നമ്മുടെ നിരത്തുകളിൽ മനുഷ്യജീവൻ പൊലിയുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക എന്നത് ഓരോരുത്തരുടെയും, അതായത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നിരത്തുകളിൽ കാൽനട യാത്രക്കാർ പാലിക്കേണ്ട ചില നിയമങ്ങളുമുണ്ട്. എപ്പോഴും വാഹനം ഓടിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരല്ലോ. കാൽനട യാത്രക്കാർ ഈ നിയമങ്ങളൊക്കെ പാലിക്കാറുണ്ടോ? നോക്കിയിട്ട് വരാം. ഒരു വാഹനാപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആദ്യം കുറ്റം പറയുക വാഹനം ഓടിക്കുന്ന ആളുകളെയാണ്. ശരിയാണ്, അശ്രദ്ധമായ ഡ്രൈവിങ്ങും ഓവർ സ്പീഡും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവർ മാത്രമാണോ തെറ്റുകാർ? ഇവർ മാത്രമാണോ കുറ്റക്കാർ? വഴിയിലൂടെ നടക്കുന്ന വഴിയാത്രക്കാർ, കാൽനട യാത്രക്കാർ എത്രത്തോളം നിയമങ്ങൾ പാലിക്കാറുണ്ട്? KSRTC പ്രൈവറ്റ് ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങി ഒരു ജീവൻ നഷ്ടപ്പെട്ട കിഴക്കേക്കോട്ടയിലെ കാഴ്ചയാണിത്. റോഡിന് ഇരുവശവും വിശാലമായ നടപ്പാതയുണ്ട്. റോഡ് മുറിച്ചു കിടക്കാൻ സീബ്ര ലൈനും ട്രാഫിക് സിഗ്നലുമുണ്ട്. ധൃതിയിലോടുന്നവർക്ക് ഇതൊക്കെ നോക്കാൻ സമയം എവിടെ? ഈ സിഗ്നൽ ക്രോസ് ചെയ്ത് വരുമ്പോൾ അവിടെ വണ്ടി സിഗ്നൽ നിൽക്കും. ഇവർ വണ്ടിയുടെ ബാക്ക് സൈഡിലൂടെ വന്ന് കയറുമ്പോൾ വണ്ടി തിരിയുന്നത് രണ്ട് വണ്ടിയും കൂടെ ഒരുമിച്ച് വന്ന് കയറും. അങ്ങനെയാണ് ആക്സിഡന്റ് പറ്റുന്നത്. ഒരുപാട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. 10 പേര് കൂടിക്കുമ്പോഴത്തേക്ക് അവരാ സിഗ്നൽ പോലും നോക്കാറില്ല, അവർ ചാടും. ട്രാഫിക് സിഗ്നലുകൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് ചിലരുടെ നടപ്പ്. മറ്റു ചിലരാകട്ടെ അപകടം ക്ഷണിച്ചു വരുത്താൻ ശ്രമിക്കുന്നത് പോലെയുണ്ട്. ഇപ്പം കണ്ടില്ല, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഒരു ക്രോസ് ചെയ്യുകയാണ് കേട്ടോ. അവിടെ നിന്ന് വരുന്ന എന്തായാലും വണ്ടികൾ തട്ടമുട്ട ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വന്നാലും പോലീസ് പറഞ്ഞാലും കേൾക്കാതെ ആൾക്കാർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചുമ്മാ. ആൾക്കാർക്ക് അറിയത്തില്ല, അവരെയും ഒരു റോഡ് ക്രോസ് ചെയ്യാൻ അവർക്ക് പോകുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇതിന് വണ്ടി ശ്രദ്ധിക്കത്തില്ല. ഗ്രീൻ കിടക്കുമ്പോൾ നമ്മൾ വിട്ടു വരികയായിരിക്കും, പക്ഷേ ഇവർ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതെ അങ്ങനെ ആക്സിഡന്റ് ഏറ്റവും ഉണ്ടാകുന്നു. ഇപ്പോൾ ഡ്രൈവർ കാണണമെന്നില്ല. ഇപ്പോൾ നമ്മൾ വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ ഇതിനെ കൂടെ കടന്നു നോക്കളാം ആൾക്കാർ. നമുക്ക് കാണാൻ പറ്റണമെന്നില്ലല്ലോ. കുറേ ആൾക്കാർ ശ്രദ്ധിക്കാത്തതിൻ്റെ തന്നെ, പക്ഷെ കിട്ടുന്നത് ആർക്ക്? വണ്ടിപ്പണിക്കാർക്കാണ് കിട്ടുന്നത്. കാൽനട യാത്രക്കാർ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. അതിന് സഹായിക്കുന്ന വണ്ണം മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ബോധവൽക്കരണം കൊടുത്താൽ എല്ലാവർക്കും മനസ്സിലാവും. സീബ്ര ലൈൻ്റെ അടുത്ത് പോലീസുകാർ നിന്നിട്ടേ അത് പോരുത്, ലൈറ്റ് നോക്കണേ, ഗ്രീൻ ആയാലേ പോകാവൂ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും. അതൊക്കെ കണ്ടിന്യൂസ് ചെയ്യണം, ഒരു ദിവസം പോരാ. ട്രാഫിക് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ട്രാഫിക് ലൈറ്റുകളും നടപ്പാതകളും സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കുറച്ചുകൂടി നമുക്ക് കരുതലെടുക്കാം, നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണല്ലോ.